കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെന്ന് കരുതുന്നു. 75 സീറ്റും കൂടി UDF അധികാരത്തിൽ വന്നാൽ പോലും ആസാമിലെ പരാജയത്തിന് മറുപടി പറയേണ്ടി വരും, വെസ്റ്റ് ബംഗാളിലെ പരാജയത്തിന് മറുപടി പറയേണ്ടി വരും, പുതുച്ചേരിയിൽ ഭരണം നഷ്ടപ്പെട്ടത് ഒരു അല്ല ഭരണമല്ലെങ്കിൽ പോലും അവിടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. BJPക്ക് അധികാരം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അവിടെ അസം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായൊരു സംസ്ഥാനമായിരുന്നു. തരുൺ ഗൊഗോയി ഒക്കെ തന്നെ അവിടെ കൊണ്ടു നടന്നൊരു സംസ്ഥാനം. ഈ തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്ന് അവിടെ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സംസ്ഥാനം നിങ്ങൾ വെച്ചോളൂ, മുഖ്യമന്ത്രിയെ നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ കൊടുക്കുന്നത്. അതായത് വെസ്റ്റ് ബംഗാൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ബെൽറ്റ് നോക്കൂ, എങ്ങനെയാ പോകുന്നത് നോക്കൂ. പിയാസുനിൽ വെസ്റ്റ് ബംഗാൾ പോകുന്നു, ആസാം പൂർണ്ണമായിട്ടും തുടർച്ചയായ ഭരണത്തിലേക്ക് വരുന്നു, മണിപ്പൂർ നിൽക്കുന്നു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ബെൽറ്റ് മുഴുവൻ അരുണാചൽ പ്രദേശിലേക്ക് വരുന്നു. നോർത്ത് ഈസ്റ്റ് മുഴുവൻ കോൺഗ്രസ് മുക്ത വടക്കുകിഴക്കൻ സംസ്ഥാനം, കോൺഗ്രസ് മുക്ത വടക്ക് കിഴക്കനാവുന്നു, കോൺഗ്രസ് വടക്ക് കിഴക്കനാവുന്നു. ഇനി ബംഗാൾ കൂടി വരുന്നു, രാഷ്ട്രീയം എങ്ങനെയാണെന്ന് അറിയാമോ? ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ പാളിപ്പോയി എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മിഷൻ വളരെ മനോഹരമായി വളരെ പ്രാക്ടിക്കലായി അവർക്ക് അവിടെ പയറ്റി തെളിയാൻ കഴിയുന്നുണ്ട് എന്നത് പ്രധാനമാണ്. മണിപ്പൂരൊക്കെ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ടും ആ മേഖലയിൽ എവിടെയും അവർക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകുന്നില്ല. അത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള മെയ്റ്റി വിഭാഗത്തിലേക്ക് പൂർണ്ണ പിന്തുണ അവർക്കുണ്ടല്ലോ. പക്ഷെ ഇവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ എക്സിറ്റ് പോളിന് ഒരു സംശയവുമില്ല അവിടെ DMK അധികാരത്തിൽ തുടരും എന്നുള്ളതാണ്. ഒരൊറ്റ സർവേ മാത്രമേ തിരിച്ചു പറയുന്നുള്ളൂ. അവിടെ ADMK അത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ആക്സിസ് മൈ ഇന്ത്യ അടക്കം വലിയ ഭൂരിപക്ഷമാണ്, 125 മുതൽ 145 വരെ നേടിയേക്കാം എന്നുള്ളതാണ്. വലിയ വിമർശനം അസമിന്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് ഒരു നിമിഷം പേശുള്ളൂ. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് തമിഴ്നാട്ടിൽ TVKക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള നമ്പർ പറയുന്നത്. 18 മുതൽ 24 വരെ. എടുക്കുന്ന വോട്ട് ആരുടേതായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം അവിടെ. കാരണം ഈ ഒരു വികാരമായിരിക്കുമല്ലോ അതിലൊരു പ്രധാനപ്പെട്ട നിർണ്ണയത്തിലായി അവിടുത്തെ അതാണ് ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആവും. ആ ഭരണവിരുദ്ധ വികാരം ADMKക്ക് പോകേണ്ട ഭരണവിരുദ്ധ വികാര വോട്ടുകളിൽ കുറച്ച് TVK പിടിക്കും. അതാണ് DMKയുടെ കോൺഫിഡൻസും എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത്. ആ ട്രെൻഡാ. TVK സ്പോയിലറായി. അവിടെ സ്ഥാനാർത്ഥികളുടെ പ്രഭാവം വലിയ പ്രശ്നമാണ്. അവിടെ ഉണ്ടാക്കിയ ഒരു മേൽക്കൈ പല ഘട്ടങ്ങളിലും പിന്നീട് പ്രചരണത്തിലൊക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതല്ല ഇതിന്റെ പ്രശ്നം. ഞാൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥികളുടെ പ്രഭാവം വലിയ പ്രശ്നമാണ്. TVKന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് വോട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ല പല ആൾക്കാർ. അവസാന വർഷം തട്ടിക്കൂട്ടി വെച്ച സ്ഥാനാർത്ഥികളാണ് ഈ മുഴുവൻ ആൾക്കാരും. അവിടെ മാത്രമല്ല പല മണ്ഡലങ്ങളിലും അവർക്ക് അതിനാവശ്യമായ ശേഷിയില്ലായിരുന്നു.